എറണാകുളം ജില്ലയിൽ ആർക്കിടെക്ചറൽ ഡിസൈനിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഭംഗിയുള്ള ഒരു വീടിന്റെ വിശേഷങ്ങൾ, അത് നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയി സ്വന്തമാക്കാവുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് പങ്കുവെക്കുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാണുന്ന വില്ല പ്രൊജക്ടിനകത്തേക്കുള്ള വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ടാർ റോഡാണ് വരുന്നത്. ആർക്കിടെക്ചറൽ ഡിസൈനിലാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വീടുകളാണ്. ബാക്കിയുള്ള ലാൻഡുകളിലെല്ലാം തന്നെ വീടുകളുടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കാണുന്ന വീട് വരുന്നത്. ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയണ്ടേ? എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്ത് തേവയ്ക്കൽ എന്നാണ് സ്ഥലത്തിന്റെ പേര് പറയുന്നത്. തേവയ്ക്കൽ വിദ്യോദയ സ്കൂള് എല്ലാവർക്കും അറിയുന്നതാണ്. വെറും 800 മീറ്റർ മാത്രമാണ് വിദ്യോദയ സ്കൂളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്ക് നോക്കുവാണെങ്കിൽ വെറും 500 മീറ്റർ ആണ്. കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് 7 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 8.5 കിലോമീറ്റേഴ്സുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. കളമശ്ശേരി കുസാറ്റിലേക്ക് ഈസിയാണ് 6.5 കിലോമീറ്റർ. എയർപോർട്ട് നോക്കുവാണെങ്കിൽ വെറും 18 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് എത്താവുന്നതാണ്. 3,300 ലാൻഡ് വരുന്നത്. ടോട്ടൽ സ്ക്വയർ ഫീറ്റ് 1,500. 3 ബെഡ്റൂമുകളും പുറത്തുനിന്ന് നോക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് തന്നെയാണ് അകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമുക്ക് മതിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ മതിൽ ഭംഗിയുള്ള ഡിസൈൻ ആണ്. GA പൈപ്പിന്റെ വർക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് ഗേറ്റ് വരുന്നത്. വീടിന്റെ ഡിസൈൻ കംപ്ലീറ്റ്ലി ആർക്കിടെക്ചറൽ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള പെയിന്റും ഡിസൈനും ഒക്കെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു റൗണ്ട് മാർക്ക് കാണാം. അത് തന്നെയാണ് വീടിന്റെ അട്രാക്ഷൻ. നമ്മുടെ ബാൽക്കണിയുടെ ഒക്കെ ഒരു പോർഷൻ ആണ് ആ വരുന്നത്. ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ വീടിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. കവേർഡ് ആയിട്ടുള്ള ഒരു പോർച്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതിനടിയിൽ ഒരു കാറും നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെയുള്ള സ്ഥലത്ത് രണ്ടാമത്തെ കാറും പാർക്ക് ചെയ്യാവുന്നതാണ്. കാർ പോർഷന്റെ റൂഫ് ഒക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് പാനലിംഗ് ചെയ്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്ത് എൻഡ് ചെയ്യാണ്. വീടിന്റെ റൈറ്റ് സൈഡിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഈ ഒരു ഭാഗത്ത് പ്ലാൻ ബോക്സ് വെച്ചിട്ടുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഏരിയയിലും സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ഷിപ്പാണ് തിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. നമുക്കിവിടെ കിണറും കിട്ടുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ നമുക്ക് ഗ്യാസ് സിലിണ്ടേഴ്സ് വെക്കാനുള്ള കേജും കിട്ടുന്നുണ്ട്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ഒരു 2-3 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റീലിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡോർ ആണ്. കിഴക്കോട്ടാണ് ദർശനം. നമുക്ക് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നേരെ ലിവിംഗ് സ്പേസിൽ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലോർ ടൈലുകൾ ആദ്യം നോക്കാം. നല്ല നീളത്തിലുള്ള ഫ്ലോർ ടൈലുകളാണ്. മാറ്റ് ഫിനിഷോട് കൂടിയിട്ട് ഗ്രേ കളറിലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് വലിയൊരു വിൻഡോ കിട്ടുന്നുണ്ട്. മിഡിൽ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫിക്സഡ് ആയിട്ടും 2 സൈഡ് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഈ കാണുന്ന ബോർഡിലാണ്. ഭംഗിയായിട്ടാണ് ബാക്ക് സൈഡിലുള്ള ആ ഒരു ബോർഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് കോമ്പിനേഷൻ കളേഴ്സ് നോക്കുവാണെങ്കിൽ ഗ്രേ ആൻഡ് വൈറ്റ് ആണ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തുറക്കാവുന്ന ഒരു മെയിൻ ഡോർ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. മെയിൻ ഡോർ കൂടാതെ നമുക്ക് ഒരു പാഷ്യൂ ഏരിയ ഉണ്ട്. പാഷ്യൂ ഏരിയയിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു സ്ലൈഡിംഗ് ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇറങ്ങാവുന്നതാണ്. നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും ഈ ഒരു ഏരിയ കണ്ടിന്യൂ ചെയ്ത് ആ ഒരു എൻഡ് വരെ വരുന്നുണ്ട്. വളരെ വൈബോട് കൂടിയിട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ്. മുകളിലെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ നോക്കുവാണെങ്കിലും GA പൈപ്പിന്റെ വർക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയായ ഒരു ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഇവിടെ വരുന്ന സമയത്ത് അത്യാവശ്യത്തിന് നല്ല സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് ഡൈനിങ് ഹാള് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്. ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ സ്റ്റെപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി പോകുന്ന ആ ഒരു ഭാഗത്ത് മുകളിൽ നോക്കിയാലും UPVCയുടെ വിൻഡോസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെ ഭാഗത്ത് ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മിറർ വരുന്നുണ്ട്. വാഷ് ബേസിനും അതുപോലെ താഴെയൊക്കെ നോക്കിയാലും കബോർഡുകളായിട്ട് തിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയൊക്കെ നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. 3 ബെഡ്റൂമുകളുള്ള ഈ ഒരു വീട്ടിൽ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. ഡോറിന് ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്.
അത്യാവശ്യത്തിന് സ്പേസ് കൊടുത്തിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 4 വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൂടെ ഒന്നിച്ച് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകളുടെ ഒക്കെ കളർ റൂമിന് മാച്ച് ആയിട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്നും ഒരു സ്ലൈഡിംഗ് ഡോർ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട പാഷ്യൂ ഏരിയ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇവിടെ വരികയാണ്. ഇവിടെ നിന്നും കൂടി നമുക്ക് പാഷ്യൂ ഏരിയയിലേക്ക് ഇറങ്ങാനുള്ള ആക്സസ് ഉണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടുള്ള ഗ്രേ കളർ ഗ്ലോസി ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ജോൺസന്റെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ വരുന്നത്. നമുക്ക് ഈ വീടിന്റെ കിച്ചൺ നോക്കാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വാസ്തുപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ ആണ്. വൈഡ് ആയിട്ടുള്ള എൻട്രൻസ് ആണ് കിട്ടുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഓൾറെഡി ഫ്ലെയിംസിന്റെ ചിമ്മിണി ഹൂഡ് ആൻഡ് ഹോബ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചുറ്റിനും വിൻഡോസ് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വൈറ്റ് കളർ ടൈലാണ് വരുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബീജ് ഷെയ്ഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നല്ല ഭംഗിയായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമാണ് ഇവിടെ ക്യാബിനറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ചാൽ പോലും കിച്ചണിലേക്ക് വീണ്ടും നല്ല സ്പേസ് ആണ് കിട്ടുന്നത്. കിച്ചൺ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ചെറിയൊരു വർക്ക് ഏരിയ ആണെങ്കിൽ പോലും സൗകര്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്താണ്. രണ്ട് സൈഡിൽ എൻട്രൻസ് വെച്ചിട്ടുണ്ട്. റൂഫും സൈഡും ഇവിടെ എല്ലാം പോളികാർബൺ ഷീറ്റ് വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് കിച്ചൺ കഴിഞ്ഞാൽ പുറത്തേക്കും കൂടെ കുറച്ച് സ്പേസ് ഇതുപോലെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അവിടെ എല്ലാം ഫ്ലോറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമുക്ക് മെറ്റൽ ചിപ്പുകളാണ് തിരിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വീടിന്റെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പോർഷനിലുള്ള വിൻഡോ നിങ്ങൾ ഓൾറെഡി കണ്ടു. ഇവിടെ നമുക്ക് ഭംഗിയായിട്ടുള്ളൊരു ഡെക്കോർ പീസ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിന്റെ പോർഷനിലാണ് നിൽക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ഭംഗിയുള്ള ഡിസൈനിലാണ് ഒരു വിൻഡോ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നമ്മൾക്ക് സാധാരണ വീടുകൾക്കാണെങ്കിൽ ബാൽക്കണി ആയിട്ട് വരുന്ന പോർഷൻ ആണ്. അത് ഇതുപോലെ ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. താഴെ കംപ്ലീറ്റ് കബോർഡുകൾക്കായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള പർപ്പസിന് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് പഴയ വീടുകളിലൊക്കെ കിളിവാതിൽ എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ നമുക്ക് റൗണ്ടിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഈ വിൻഡോ തുറന്നാൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലേക്കുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്ലാന്റ് ബോക്സ് വെച്ചിട്ട് അതിനകത്ത് ചെടികൾ നട്ടിട്ടുണ്ട്. നേരെ റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടുള്ളൊരു ഷാൻലിയർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു റൗണ്ട് നിങ്ങൾ കണ്ടു. റൗണ്ടിന്റെ മുകൾ ഭാഗത്ത് നോക്കുവാണെങ്കിൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫിക്സഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെളിച്ചം കയറി ഇറങ്ങി പോകുന്ന ഒരു വീട് കൂടിയാണിത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ടൊരു ഡോർ ഉണ്ട്. ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ടാണ് ഹാൻഡ് റെയിൽസ് കൊടുത്തിരിക്കുന്നത്. ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്കിനി 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു വലിയ ബെഡ്റൂം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് 3 വിൻഡോസ് വരുന്നുണ്ട്. വാർഡ്രോബുകളൊക്കെ നല്ല ഭംഗിയായ രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഭാഗത്തായിട്ടാണ്, ഈ ഒരു കർവായി വരുന്ന ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് മിറർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നേരെ നോക്കുമ്പോൾ ഇവിടെയായിട്ട് ഒരു സിംഗിൾ വിൻഡോയും കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ബാത്റൂമിന്റെ ഡോർ ഒക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടൈലുകൾ നോക്കുവാണെങ്കിൽ ഗ്ലോസി ടൈലുകളാണ്. ഗ്രേ ആണ് വരുന്നത്. സൗകര്യം കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് കെറോവിറ്റിലാണ് മെയിൻ ആയിട്ടുള്ള ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. കെറോവിറ്റും ജോൺസണും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ആണ് കാണാൻ വരുന്നത്. ബെഡ്റൂമുകൾ തമ്മിൽ നല്ല സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സൺലൈറ്റ് നല്ല രീതിയിൽ കയറി ഇറങ്ങി പോകുന്ന ഒരു വീടാണ്. വാസ്തുപരമായിട്ട് നമുക്ക് അത് തന്നെയാണ് വീടുകൾക്ക് വേണ്ടത്. നല്ലൊരു ബെഡ്റൂം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 2 സൈഡിലായിട്ട് സിംഗിൾ വിൻഡോസ് ആണ് കിട്ടുന്നത്. വാർഡ്രോബ് ഇവിടെയാണ്. വാർഡ്രോബുകളുടെ ഒക്കെ ആ ഒരു ഹാൻഡിലിന്റെയും ഇതിന്റെ കളർ കോമ്പിനേഷൻ ഒക്കെ നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. റൂഫ് ഒക്കെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ടൈലുകളെല്ലാം കോമൺ കളർ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. സൗകര്യം കൊടുത്തിട്ടാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡിംഗ് വിൻഡോസ് ആണ് നമുക്ക് ഇതുപോലെ കിട്ടുന്നത്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വീടിന്റെ ഫ്രണ്ടിലെ വ്യൂ കിട്ടുന്ന ബാൽക്കണിയാണ്. ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആ ഒരു ഹാൻഡ് റെയിൽ ഒക്കെ കൊടുത്ത് ടഫിന്റെ ഗ്ലാസ് ഒക്കെ ഇട്ട് സേഫ് ആയിട്ട് തന്നെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ വീട് നിങ്ങൾ കണ്ടു. വീട് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയായിട്ടില്ലേ? നല്ലൊരു ആർക്കിടെക്ചറൽ ഡിസൈനിലാണ് വീട് ചെയ്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവയ്ക്കലാണ് വീട് വരുന്നത്. തേവയ്ക്കൽ വിദ്യോദയ സ്കൂൾ ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം.
അവിടെ നിന്നും വെറും 800 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഇവിടെ എല്ലാം നിറയെ വീടുകൾ തന്നെയാണ്. നല്ലൊരു ഓപ്പൺ സ്പേസിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇൻഫോ പാർക്ക്, കാക്കനാട്, കുസാറ്റ് എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. വീടിന്റെ ലാൻഡ് അളവ് വരുന്നത് 3,300 ആണ്. അതുപോലെ സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ആണ് വീടിന്റെ 1,500 വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളുണ്ട്, 2 കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്, വെൽ വാട്ടർ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഭംഗിയും ക്യൂട്ടുമായ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 83 ലക്ഷം രൂപയാണ്. 83 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആക്കി വാങ്ങിച്ചു തരുന്നതാണ്. ബിക്കോസ് ഇതിന്റെ ഓണർ പറഞ്ഞിരിക്കുന്നത് 83 എന്നുള്ള പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ എന്നാണ്. പക്ഷെ മാർബിൾ ഹോംസിന്റെ സൈഡിൽ നിങ്ങൾക്ക് മാക്സിമം നെഗോഷ്യബിൾ ആക്കി ഞങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിത്തരാൻ ശ്രദ്ധിക്കുന്നതാണ്. ലോൺ ഫെസിലിറ്റിയിൽ വീട് സ്വന്തമാക്കാം. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോണും ഞങ്ങൾ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടമായെങ്കിൽ ഒട്ടും വൈകണ്ട. തേവയ്ക്കൽ റോഡിൽ ഇത്രയും അടുത്ത വീടുകൾ വരുന്നത് കുറവാണ്. വന്നാൽ തന്നെ ഡിമാൻഡ് കൂടുതലാണ്. നല്ലൊരു പ്രൈസ് ആണ്. പെട്ടെന്ന് വിളിച്ചോളൂ. നമ്പറുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത ഭംഗിയുള്ള വീടിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് മാർബിൾ ഹോംസിലൂടെ വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.